ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. വികാരങ്ങൾ പലപ്പോഴും വിവേകത്തിന് വഴിമാറാണ്ട്. വികാരങ്ങൾ വിവേകത്തെ മറികടക്കാറുമുണ്ട്. ഈ വികാരവും വിവേകവും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ഫാക്കൽറ്റികളാണ്. ഇവയെ തുലനം ചെയ്താൽ മാത്രമേ ജീവിതം ശുഭകരമാവുകയുള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രമേയം. പറയുന്നത് ഇങ്ങനെയാണ്: ബാലൻസ് ഓഫ് ഇമോഷൻ ആൻഡ് വിസ്ഡം ടേൺസ് വെർച്യൂസ് ഇൻ ടു ലിവിംഗ് ആക്ഷൻസ് ത്രൂ ഇമോഷണൽ ഇന്റലിജൻസ്. സന്ദർഭത്തോട് പ്രതിനില കൊള്ളുന്ന, പ്രതികരണം പുറപ്പെടുവിക്കുന്ന കാലാവസ്ഥയാണ് വികാരമെങ്കിൽ പ്രതികരണത്തിന്റെ ഗതി നിയന്ത്രകനാണ് വിവേകം. വികാരവും വിവേകവും പ്രവർത്തനത്തിൽ എതിർചേരികളിലാണ്. എന്നാൽ ഇവ രണ്ടും തുലനം ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് വൈകാരിക ബുദ്ധിയിലൂടെ ധർമ്മങ്ങളെല്ലാം ജൈവമായ കർമ്മങ്ങളായി സംഭവിക്കുക. സന്ദർഭത്തോട് പ്രതിനില കൊള്ളുന്ന, പ്രതികരണം പുറപ്പെടുവിക്കുന്ന കാലാവസ്ഥയാണ് വികാരമെങ്കിൽ പ്രതികരണത്തിന്റെ ഗതി നിയന്ത്രകനാണ് വിവേകം. വികാരവും വിവേകവും പ്രവർത്തനത്തിൽ എതിർചേരികളിലാണ്. എന്നാൽ ഇവ രണ്ടും തുലനം ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് വൈകാരിക ബുദ്ധിയിലൂടെ ധർമ്മങ്ങളെല്ലാം ജൈവമായ കർമ്മങ്ങളായി സംഭവിക്കുക. ഇതാണ് നമ്മുടെ വിഷയം. നമുക്ക് വ്യവസ്ഥാ നിയമപ്രകാരം, ഒളിമ്പസിന്റെ ഡിപ്പിക്കോളജിക്കൽ വീക്ഷണ പ്രകാരം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്നുള്ളൊരു സത്ത പരിസരം എന്നുള്ള ഒരു കൂടിനകത്ത് ജീവിക്കുന്ന ഒരു ഉപവ്യവസ്ഥയാണ് എന്ന്. പരിസരം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്ന സംവിധാനത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പരിസരം എന്ന് പറഞ്ഞത്. പരിസരം എന്നുള്ള ഒരു പൊതുപദമാണ്. നമ്മുടെ ഒരു നില വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിക്കകത്താണ് നമ്മൾ എന്ന് പറയാം. അതിനിടയിൽ പല തലങ്ങളുണ്ട്. അതെല്ലാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഭൂമി എന്ന് പറഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂമിക്ക് അകത്ത്, ഭൂമി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പരിസരത്തെയാണ്. അപ്പോ ആ പരിസരത്തിനകത്ത് നിൽക്കുന്ന ഒരു ഉപവ്യവസ്ഥയാണ് നമ്മൾ. ഭൂമിയാകുന്ന ശരീരത്തിന്റെ ഒരു അവയവമാണ് ഞാൻ എന്നുള്ള ശരീരം. അപ്പോ ഭൂമി എന്ന ശരീരം അല്ലെങ്കിൽ സത്തയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നമ്മൾക്ക് പരിചയമുള്ള ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഉപരിവ്യവസ്ഥയായ ഭൂമി നമ്മളോട് കൽപ്പിക്കുന്നത് വേണം നമ്മൾ ചെയ്യാൻ. ഓരോന്ന് കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള അറിവ്, തീരുമാനമെടുക്കാനുള്ള ശേഷി, അത് നടപ്പിലാക്കാനുള്ള ശേഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നൽകിക്കൊണ്ടാണ്, നമ്മിൽ സംവിധാനം ചെയ്തുകൊണ്ടാണ് പ്രകൃതി നമ്മളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപരിവ്യവസ്ഥ നൽകുന്ന നിർദ്ദേശം ഞാൻ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ പ്രാപ്തനാണ് ഞാൻ. ഏതുപോലെ എന്റെ നിർദ്ദേശങ്ങൾ എന്റെ കൈ മനസ്സിലാക്കി എന്റെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കൈ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ വിധത്തിൽ ഒരു ക്രമീകരണമുണ്ട്. പ്രകൃതിക്ക് അല്ലെങ്കിൽ ഭൂമിക്കകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഭൂമിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് എന്റെ ധർമ്മം. അപ്പോ ഭൂമിയുടെ നിർദ്ദേശങ്ങളെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ മുന്നിലേക്ക് എങ്ങനെയാണ് ഭൂമി നിർദ്ദേശങ്ങൾ തരുന്നത്? അത് സന്ദർഭങ്ങളിലൂടെയാണ്, സാഹചര്യങ്ങളിലൂടെയാണ്, സംഭവങ്ങളിലൂടെയാണ്. നമ്മുടെ മുന്നിലെത്തുന്ന സന്ദർഭങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആണ് നമ്മൾ തുടർന്ന് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഈ സന്ദർഭം മുന്നിൽ വരുന്ന സമയത്ത് എന്റെ ഇന്ദ്രിയങ്ങൾ വഴിയാണല്ലോ ഞാനിത് എടുക്കുന്നത്. ആ ഇന്ദ്രിയങ്ങൾ വഴി ഞാൻ എന്റെ സന്ദർഭങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒരു നില, ഒരു പ്രതിനില എന്റെ ശരീരത്തിനകത്ത് സംഭവിക്കും. ഇപ്പൊ ഒരു പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഓടാനുള്ള ഒരു ഒരുക്കം, ഓടാനുള്ള ഊർജം, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടായി വരും. അപ്പോ പ്രതിനില
മുന്നിൽ എന്ത് കാണുന്നു അതിനോട് പ്രതിനില, അതൊരു നിലയാണെങ്കിൽ അതിനോട് പ്രതിനില, തിരിഞ്ഞുള്ള നില. അതിനോട് കണ്ണാടിയിൽ നോക്കുന്ന പോലെ ഞാൻ കണ്ണാടിയിൽ എന്താണ് കാണുന്നത് അതിനനുസരിച്ച് മുന്നിൽ ഒരു നില വരുമ്പോൾ അതിനനുസരിച്ച് പ്രതിനില കൊള്ളുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് വേറൊരു സ്വഭാവം കൂടിയുണ്ട്, അത് പ്രതികരണം പുറപ്പെടുവിക്കും. ഇപ്പൊ പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഒന്നെങ്കിൽ പാമ്പിനെ നേരിടുക, അല്ലെങ്കിൽ കടുവയെ നേരിടുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഓടി രക്ഷപ്പെടുക, ഫ്ലൈറ്റ് എന്നുള്ളത് പറന്ന് രക്ഷപ്പെടുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പുറപ്പെടുവിക്കുന്ന, ഇപ്പൊ പ്രതിനില, പ്രതികരണം, രണ്ട് കാര്യങ്ങൾ. പ്രതിനില എന്നുള്ളത് അവിടെ ഒരു അവസ്ഥ വരുമ്പോൾ അതിനനുസരിച്ച് തിരിച്ച് നിലകൊള്ളുന്ന, എന്റെ ഉള്ളിലെ സാഹചര്യങ്ങളെല്ലാം മാറി നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണ്. ഞാനിപ്പോ ഒരാൾ എന്റെ കയ്യിലേക്ക് ഒരു പന്തിട്ട് കയറിയാണ്, പന്ത് റിസീവ് ചെയ്യാൻ പാകത്ത് ഞാനൊരു പ്രത്യേക പോസിലേക്ക് പോകും. അതാണ് ആ പന്ത് വരുന്നതിനോടുള്ള പ്രതിനില. അതുപോലൊരു നില കൊള്ളുന്ന, പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുക, പന്ത് പിടിക്കുക, പിടിക്കുന്നതനുസരിച്ച് വേയിച്ചു പോവുക, അല്ലെങ്കിൽ പന്തിനെ അടുത്തേക്ക് എറിയുക തുടങ്ങിയത് തുടർന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രതിനിലയാണ് ആദ്യം ഉണ്ടാവുന്നത്, പ്രതികരണം രണ്ടാമതുണ്ടാവുന്നു. അപ്പോൾ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പ്രതിനില കൊള്ളുന്ന ഒരു കാലാവസ്ഥ എന്നുള്ള പദം നിങ്ങൾക്ക് നല്ലപോലെ അറിയുമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ആ പദം തന്നെ ഉപയോഗിക്കുന്നത്. ഒരു കാലാവസ്ഥ, ഒരു ക്ലൈമറ്റ് ആണ് നമ്മുടെ വികാരം എന്ന് പറയുന്നത്. ഇപ്പോ ഓടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ ഉള്ളിൽ ഊർജഗ്രന്ഥികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഊർജദായകമായിട്ടുള്ള പേശികളിലേക്ക് വേണ്ടുന്ന സപ്ലൈസ് എല്ലാം ശരിയാവണം. അപ്പൊ ഇവയെല്ലാം ക്രമീകരിക്കാൻ പാകത്തിൽ എൻ്റെ അന്തസ്രാവ ഗ്രന്ഥികളെല്ലാം തന്നെ ഉണർന്ന് നിൽക്കേണ്ടതുണ്ട്. അവയെല്ലാം ഉണർന്ന് വീണ്ടും വിധം പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥികൾ പലതരം സ്രവങ്ങൾ പുറപ്പെടുവിക്കും. ഇതിനനുസരിച്ച് എൻ്റെ ശരീരം ഒരു പ്രത്യേക രീതിയിലേക്ക് പോകും, പ്രവർത്തിക്കും. അപ്പോ ഇതെല്ലാം ചെയ്യാനുള്ള, ഇത്തരം പ്രതികരണം ചെയ്യാൻ പാകത്തിലുള്ള പ്രതിനില കൊള്ളുന്ന ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. മുന്നിൽ നിന്നും ഒന്ന് വരുമ്പോ അതിനനുസരിച്ച് പ്രതിനില കൊള്ളുന്ന ശാരീരിക കാലാവസ്ഥ. ഈ ശാരീരിക കാലാവസ്ഥ അനുസരിച്ച് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. രണ്ട് രീതിയിൽ നമുക്ക് അവിടെ പെരുമാറാം. ഫൈറ്റ് ചെയ്യാം, ഫ്ലൈറ്റ് ചെയ്യാം. ഇതിൽ എന്തു വേണമെന്ന് ആരാണ് തീരുമാനിക്കുക? ആ തീരുമാനിക്കുന്ന സമയത്ത് ഈ പ്രതികരണമാണ് ഫ്ലൈറ്റും ഫൈറ്റും. ആ പ്രതികരണം ഏതു വഴിക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് അവിടെ ഒരു ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്, ഒരു ബുദ്ധി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ ബുദ്ധി ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക, എങ്കിലും പ്രവർത്തിക്കും. അപ്പോ പ്രതികരണത്തിന്റെ ഗതി നിയന്ത്രകനാണ് വിവേകം എന്ന് പറയുന്നത്. ആ പ്രതികരണത്തിന്റെ ഗതി എങ്ങോട്ട് പോകണം, ഏത് രീതിയിലായിരിക്കണം, എന്തളവിൽ വേണം, എത്രത്തോളം വേണം എന്നുള്ളതിന്റെ കൺട്രോൾ നടപ്പിലാക്കുന്നത് വിവേകമാണ്. വിവേകം എന്ന് പറയുന്നത് ഒരു തരം ഇന്റലിജൻസ് ആണ്. നമ്മുടെ ആ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാകാം, നമ്മുടെ എന്താ പറയുക ശീലങ്ങൾ കൊണ്ടാകാം, അത് നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ടാകാം, നമ്മുടെ യൗക്തിക ചിന്ത കൊണ്ടാകാം, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥിതി വിവരങ്ങൾ കൊണ്ടാകാം. എന്താണെങ്കിലും ഇത് പ്രയോഗിക്കാനുള്ള ഒരു ശേഷി, ശാരീരിക ശേഷി നമുക്കുണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശേഷി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ആ സമയത്ത് തെളിഞ്ഞു വരും. സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച്, സാഹചര്യത്തിന്റെ മുൻ അനുഭവത്തിനനുസരിച്ച്, അതിനനുസരിച്ച് എനിക്കുള്ള ശേഷിക്കനുസരിച്ച് ഇന്നത് ചെയ്യാം. ഞാൻ ഓടണം എന്ന് കരുതുന്നു, പക്ഷെ എനിക്ക് ഓടാൻ നിർവാഹമില്ല, ഞാൻ തളർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ വഴി ഓടാൻ കഴിയില്ല, ആ വഴിയെ ഓടാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ അതിനെ ഉപദ്രവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ, പാമ്പിനെ അല്ലെങ്കിൽ കടുവയെ പ്രതിരോധിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാകണം. ആയുധമില്ല, അപ്പോൾ എന്ത് ചെയ്യാം എന്ന് തുടങ്ങിയ വിശകലനം ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇവ വിശകലനം ചെയ്ത് നടപ്പിലാക്കാനുള്ള ശേഷിയാണ് ഈ വിവേകം എന്ന് പറയുന്നത്. അത് ഇന്റലിജൻസ് ഉണ്ടല്ലോ, ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധി തന്നെയാണ്. ബുദ്ധിയുടെ പ്രായോഗികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വിവേകം എന്ന് പറയുന്നത്. പരിക്കില്ലാതെ കൊണ്ടുപോകുവാനുള്ള ഒരവസ്ഥ, അതാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ പ്രതികരണം ഏത് ദിശയിലേക്ക് പോകണം എന്നത് നിയന്ത്രിക്കുന്നത്, പ്രതികരണത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് വിവേകമാണ്. വിവേകം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഉണ്ടാവുക? വികാരം ഉണ്ടായി. ആ വികാരം ഉണ്ടായതിനു ശേഷം പിന്നീട് നമ്മുടെ ഉള്ളിൽ
അതിനനുസരിച്ചൊരു പ്രതികരണം ഉണ്ടാകുന്നു. അതായത് പ്രതികരണം പുറപ്പെടുവിക്കുന്നത് വികാരമാണ്. ശാരീരിക കാലാവസ്ഥ എന്താണ് ഈ പ്രതികരണം പുറപ്പെടുന്നത്. ആ പ്രതികരണത്തിന്റെ ഗതി എങ്ങോട്ട് വേണം തീരുമാനിക്കുന്നതാണ് വിവേകം. പലപ്പോഴും ഈ വികാരവും വിവേകവും രണ്ടവസ്ഥയിലാണ് പോകുന്നത്. വികാരം വന്നു കഴിയുമ്പോൾ വിവേകം വർക്ക് ചെയ്യേണ്ടാവും. വിവേകം വന്നു കഴിയുമ്പോൾ വികാരത്തിന് പ്രസക്തി ഇല്ലാതാവും. ഈ രീതിയിൽ, അതായത് ഇതെന്തൊന്നും ആവശ്യമില്ല. ഒരാൾക്ക് ഒരു സ്നേഹം തോന്നുന്നു, വിവേകം കൊണ്ടുവന്നു അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ജീവിതം നോക്കി നമ്മളിങ്ങനെ പോകുന്നതാണ് നല്ലത്, സ്നേഹത്തിന് പ്രസക്തിയില്ല എന്ന രീതിയിൽ മാറ്റിവെക്കാം. കരുണ എന്നുള്ള ഒരു വികാരമുണ്ടായി, പക്ഷെ ആ കരുണയ്ക്ക് പ്രസക്തിയില്ല, ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ് വേണ്ടെന്ന് കരുതി നമുക്ക് അങ്ങനെ പോകാം. അപ്പൊ ഇത് ചെയ്യുന്നത് വിവേകമാണ്. അപ്പോ വികാരവും വിവേകവും പലപ്പോഴും രണ്ട് ചേരിയിലായിട്ടാണ് നിൽക്കുക, എതിർചേരികളിലായിട്ടാണ് നിൽക്കുക. എന്നാൽ ഇവ രണ്ട് തുലനം ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളതിനെ വൈകാരിക ബുദ്ധി എന്ന് പറയുക. വികാരവും ബുദ്ധിയും ചേർന്നൊരവസ്ഥ വൈകാരിക ബുദ്ധി. ആ വൈകാരിക ബുദ്ധിയിലൂടെ നമ്മുടെ ധർമ്മങ്ങളെല്ലാം ജൈവമായ കർമ്മങ്ങളായി സംഭവിക്കും. ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മത്തെ നടപ്പിലാക്കാനായിട്ടാണ് നമ്മുടെ മനസ്സെന്നുള്ള പ്രക്രിയ നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്നത്. മനസ്സെന്നുള്ള പ്രക്രിയ അതിനെ ഇരുന്ന് ആസൂത്രണം ചെയ്യും, എന്നിട്ട് അത് നടപ്പിലാക്കും. ആ നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുക. ഈ കർമ്മം എന്ന് പറയുന്നത് ഡ്രൈ ആയ കർമ്മമാണ്. ഒരു കാര്യം ചെയ്യണം, ചെയ്തു. ഒരാൾ വെള്ളം ചോദിച്ചു, വെള്ളം എടുത്തു കൊടുത്തു. ചോദിച്ച ഒരാൾക്ക് വെള്ളം ഭംഗിയായി വൃത്തിയായി വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുന്ന ആൾക്ക് മനസ്സിന് വളരെ ശാന്തി ഉണ്ടാവും, അയാൾക്ക് സന്തോഷമുണ്ടാവും, അയാൾക്ക് ഒരുപക്ഷെ നമ്മളോട് ഒരു അനുരൂപനം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വെള്ളം കൊടുക്കലിൽ ഉണ്ടെന്നറിയാത്ത ഒരാൾക്ക് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കേണ്ടത് ആവശ്യമാണെന്നൊരു ഒരു സാമാന്യ ബോധമുള്ളത് കൊണ്ട് വെള്ളം ഇങ്ങനെ മുക്കിയെടുത്തു കൊടുക്കുന്നു എങ്കിൽ ആ വെള്ളം കൊടുക്കൽ എന്നുള്ള പ്രക്രിയ നടക്കുന്നുള്ളൂ. അത് വാങ്ങിയ ആളുടെ മാനസികാവസ്ഥ അവിടെ ഒരു വിഷയമായിരിക്കില്ല. അപ്പൊ ഇത് സാമാന്യ ബോധവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കർമ്മം ജൈവമായി മാറണമെന്നുണ്ടെങ്കിൽ ആ കർമ്മം സമഗ്രമായ ബന്ധമുള്ളതായിരിക്കണം. കാര്യം ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. നമ്മൾ കടയിൽ പോകാൻ പറഞ്ഞു, പോയി. സാധനം വാങ്ങാൻ പറഞ്ഞു, വാങ്ങി. ഈ മറ്റേ ഉള്ളി വാങ്ങിക്കാൻ പറഞ്ഞു, മുളക് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം കേട്ടോ. ഉള്ളിയും മുളകും വാങ്ങിക്കാൻ പറഞ്ഞു. കടയിൽ വിട്ടു കഴിഞ്ഞപ്പോ രണ്ടിന്റെയും അളവ് പറഞ്ഞിരുന്നു. അളവ് അടച്ചെന്നപ്പം മാറി. പറഞ്ഞ അളവിനനുസരിച്ച് വാങ്ങിച്ചു. എന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന അളവിനനുസരിച്ച് വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ അളവുകൾ നേരെ തിരിഞ്ഞാ പോയത്. 1/2 കിലോ ഉള്ളിയും 1/2 കിലോ പച്ചമുളകും 100 ഉള്ളിയും വാങ്ങിച്ചിട്ട് വരുന്ന ഒരവസ്ഥ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ വളരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവും. ഇത് ജൈവമല്ല, കാരണം സമഗ്രമല്ല. അതിന് ഒരു സാമാന്യ ബുദ്ധിയുടെ സാന്നിധ്യമില്ലാത്തൊരവസ്ഥ. സാമാന്യ ബുദ്ധിയുടെ സാന്നിധ്യത്തിൽ സമഗ്രമായി കാര്യങ്ങളെ കാണുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു പരുവം ഉണ്ടാകും. ഒരു പ്രത്യേക പരുവത്തിലേക്ക് അത് പരുവപ്പെടും. ആ പരുവപ്പെടലാണ് നമ്മൾ ഈ ജൈവമായ കർമ്മം എന്ന് പറയുന്നത്. വൈകാരിക ബുദ്ധിയുള്ളവർക്കാണ് വികാരവും ബുദ്ധിയും ഒരുമിച്ച് ചേർത്ത് തുലനം ചെയ്ത് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ജൈവമായ കർമ്മം എന്നുള്ള പ്രക്രിയ ചെയ്യാൻ കഴിയുക. ധർമ്മങ്ങൾ ജൈവമായ കർമ്മങ്ങളായി മാറുമ്പോഴാണ് കർമ്മഋണത കുറയുക, കർമ്മബാധ്യത കുറയും. അതുപോലെ തന്നെ ആർക്കും പരുക്കുണ്ടാവില്ല, ആർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ചെയ്തവർക്കോ ചെയ്തത് സ്വീകരിച്ചവർക്കോ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ അതിനെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടാകേണ്ടി വരില്ല, ഒരു പ്രതികർമ്മം തുടർന്നുണ്ടാകേണ്ടി വരില്ല, തുടർകർമ്മം ഉണ്ടാകേണ്ടി വരില്ല. വളരെ ഈസി ആയിട്ട് തന്നെ പോകും. അപ്പോ ഈ വികാരം എന്നുള്ളൊരവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് ആ വികാരം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക പ്രവർത്തനമാണെങ്കിൽ ആ വികാരം ആവശ്യപ്പെടുന്ന പ്രവൃത്തി ഇപ്പൊ ചെയ്യേണ്ടതുണ്ടോ, പിന്നെ ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്, ഈ അളവിൽ ചെയ്യേണ്ടതുണ്ടോ എന്നത് നിശ്ചയിക്കുന്നത് വികാരമാണ്. വികാരം ഉപയോഗിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ വികാരമല്ല, വിവേകമാണ്. വിവേകം ഉപയോഗിക്കാതെ ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഗോവിന്ദച്ചാമി ആ ഒരു കാര്യത്തിലേക്ക് അത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് നീങ്ങിച്ചെന്നത് അയാളുടെ വിവേകം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്.
നമ്മുടെ ഭൂരിഭാഗം ആളുകളും തെറ്റുകളിലേക്ക് ചെന്ന് വീഴാതിരിക്കുന്നത് വിവേകം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോ വികാരവും വിവേകവും തുലനം ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ധർമ്മങ്ങൾ എന്നുള്ളതെല്ലാം തന്നെ ജൈവമായ കർമ്മങ്ങളായി മാറും. ജൈവമായ കർമ്മങ്ങൾക്ക് സൗന്ദര്യമുണ്ടാകും, ആഘാതം കുറവായിരിക്കും. അത് ഒരു ഇംപ്രവൈസ് ചെയ്യുന്ന ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയെ, ഇപ്പോൾ നിൽക്കുന്ന ജൈവാവസ്ഥയെ ശുഭകരമായ ദിശയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അത് സംഘർഷങ്ങളില്ലാത്തതായിരിക്കും. അത്തരം ഒരു ജൈവ കർമ്മമായിട്ട് അത് സംഭവിക്കും. ധർമ്മം ജൈവ കർമ്മമായി സംഭവിക്കും. വൈകാരിക ബുദ്ധി എന്നാണ് ആ അവസ്ഥയ്ക്ക് പറയുക, തുലനം ചെയ്ത അവസ്ഥയ്ക്ക് പറയുക. അപ്പോ വികാരവും വിവേകവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തെ സുന്ദരമായും ഫലവത്തായും കർമ്മരണതകൾ കുറഞ്ഞതായും ആഘാതങ്ങൾ കുറഞ്ഞതുമായിട്ടും ചെയ്യാൻ കഴിയുക. ഈ ഒരു തിരിച്ചറിവിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.